ഹലോ ഗൈസ് ഇറ്റ്സ് മീ ആക്കി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിൽ വരുന്ന സ്റ്റാറ്റസുകൾ. അപ്പോൾ ഒരാളുടെ സ്റ്റാറ്റസ് മാത്രമായിട്ട് നമുക്ക് എങ്ങനെ മ്യൂട്ട് ചെയ്യാം അഥവാ ഹൈഡ് ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അധികം ഡിലേയിലാണ് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. മ്യൂട്ട് മാത്രമല്ല കേട്ടോ, അൺമ്യൂട്ട് ചെയ്യാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ കാണാത്തവർ, ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് ചെയ്യാൻ വേണ്ടി നമ്മളപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കിടക്കുന്ന ഈ ഒരു സ്റ്റാറ്റസ് തന്നെ, ഇന്ന ആളുടെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരാളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഞാനിപ്പോൾ മ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് നമ്മൾ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ്, ഓക്കെ, ടാപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അതിനകത്ത് മ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു സ്റ്റാറ്റസ് നമ്മുടെ ഈ സ്റ്റാറ്റസ് ലിസ്റ്റിൽ വരുന്നില്ല. ഏറ്റവും ആദ്യം കിടന്ന വിഷയമാണ്. ഇനി ഒരെണ്ണം കൂടി നമുക്ക് മ്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തു, എന്നിട്ട് മ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതും മ്യൂട്ടായി. ഇപ്പോൾ ഇതിനകത്ത് സ്റ്റാറ്റസ് ലിസ്റ്റിൽ കാണാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ നമുക്കിത് അൺമ്യൂട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് പോവാം. ഓക്കെ, ഏറ്റവും താഴേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മ്യൂട്ടഡ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ മ്യൂട്ടഡ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ സൈഡിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആ ഒരു ആരോ മാർക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അഥവാ മ്യൂട്ടഡ് അപ്ഡേറ്റ്സുമ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആരൊക്കെയാണോ അവരുടെയൊക്കെ സ്റ്റാറ്റസുകൾ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് അവർ അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക, അൺമ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, അൺമ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടാപ്പ് ആൻഡ് ഹോൾഡ് പിന്നെ അൺമ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സാധാരണ പോലെ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സിമ്പിൾ വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.